15 lakhsന്റെ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ള BMW 340i വിശേഷങ്ങളായിട്ടാണ് പ്രീമിയം മീൽസ് ഇന്ന് എത്തിയിരിക്കുന്നത്. മീറ്റ് മിസ്റ്റർ മോഹിത്, കേരള വസ്ത്രാലയത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഹായ്. ഈ വണ്ടിക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? ഈ വണ്ടി ഞാൻ മേടിച്ചപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ എനിക്കൊരു 9-10 ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഇത് സ്റ്റേജ് 2 ബിൽഡാണ്. ഇപ്പോൾ എനിക്കൊരു 6 ഒക്കെയാണ് ആവറേജ് കിട്ടുന്നുണ്ട്. 0 to 100 നമുക്ക് എത്ര സെക്കൻഡിൽ ഈ വണ്ടി എത്തിക്കാൻ പറ്റും? അതും ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് കണ്ടീഷനിൽ കമ്പനി പറയുന്നത് 4.4 സെക്കൻഡ് ആണ്. എനിക്കിപ്പോ ഇതൊരു സ്റ്റേജ് 2 ബിൽഡ് ചെയ്തതിന് ശേഷം എനിക്കൊരു 3.6 സെക്കൻഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഓൺ റോഡ് പ്രൈസ് എന്ത് വരുന്നുണ്ട് ഈ വെഹിക്കിളിന്? ഇത് അന്ന് ഞാൻ എടുക്കുമ്പോൾ 90 lakhs ആണ് ഓൺ റോഡ് ആയത്. ഇപ്പൊ വർക്കൊക്കെ ചെയ്തിട്ട് 1 കോടിയുടെ മേലെ വന്നിട്ടുണ്ട് കോസ്റ്റ് അല്ലെ? എന്തൊക്കെയാണ് എക്സ്ട്രാ ആഡ് ഓൺസ് ഈ വെഹിക്കിൾ ചെയ്തിരിക്കുന്നത്? ഇത് ഒരു സ്റ്റേജ് 2 ബിൽഡാണ്. അപ്പൊ ഇതിന്റെ ECU അൺലോക്ഡ് ആണ്. എന്നിട്ട് ഇതിന്റെ ഗിയർ ബോക്സ് ട്യൂണും അതേപോലെ ECU ട്യൂണും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ അലോയ്സും ടയറും മാറിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വൈഡ് അലോയ് വീൽസ് ആണ് ഈ വെഹിക്കിൾ കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻസ് വൈഡർ ലുക്കാണ് കൊണ്ടുവരുന്നത് ഈ അലോയ്സ്. പിന്നെ ഇത് M പെർഫോമൻസ് ഫ്ലാറ്റ് ബോട്ടം ആൽക്കൻഡാര സ്റ്റിയറിംഗ് വീൽ വിത്ത് മാഗ്നറ്റിക് പാഡിൽസ് ആണ് ചെയ്തിരിക്കുന്നത്. BMWന്റെ തന്നെ M പെർഫോമൻസ് എക്സോസ്റ്റും ഈ വെഹിക്കിൾ ചെയ്തിട്ടുണ്ട്. ഈ വെഹിക്കിളിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ? ഷുവർ. 3 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ മെഷീൻ ആണ്. 6 സിലിണ്ടേഴ്സ് ആണ് ഉള്ളത്. 1, 2, 3, 4, 5, 6 ഈ ബ്ലോക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഇതിന്റെ സിലിണ്ടേഴ്സിനെയാണ്. ഈ വെഹിക്കിള് സ്റ്റേജ് 2 ആക്കി ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ഈ വെഹിക്കിള് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് ഇതിന്റെ ECU ലോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യം ഇതിന്റെ ECU അൺലോക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ഇത് ഫെംടോ ഇവോ എന്ന് പറഞ്ഞിട്ട് ഫിൻലൻഡിൽ ഒരു ടീം മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫിൻലൻഡിലേക്ക് അയച്ചിട്ട് നമ്മൾ ECU അൺലോക്ക് ചെയ്യാണ് ആദ്യം ചെയ്തത്. ഇന്ത്യയിൽ എവിടെ ഇല്ല. വേൾഡ് വൈഡ് ഇപ്പൊ ഫിൻലൻഡിൽ മാത്രമാണ് ഇതിന്റെ ECU അൺലോക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ECU അൺലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗിയർ ബോക്സ് ട്യൂണും ECU ട്യൂണും ഫ്ലാഷ് ചെയ്തു. നമ്മൾ സ്റ്റേജ് 2 ആണ് ഫ്ലാഷ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പ്രോപ്പർ ഡൈനോ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 480 to 500 bhp പുഷ് ചെയ്യുന്നുണ്ട്. 700 Nm ടോർക്കും പുഷ് ചെയ്യുന്നുണ്ടെന്നാണ് പവർ ഫിഗേഴ്സ് നമ്മുടെ ഒരു നിഗമനം. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്നത് കാർബൺ ഫൈബർ ഡിനാന്റെ ഇൻടേക്കും ടർബോ ഇൻലെറ്റ് പൈപ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ VSRFന്റെ കാറ്റ്ലസ് ഡൗൺ പൈപ്പ്, LCയുടെ മിഡ് പൈപ്പ്, അതേപോലെ M പെർഫോമൻസ് എക്സോസ്റ്റും ഇതിൽ ചെയ്തിട്ടുണ്ട്. കുറെ ടെക്നിക്കൽ ടേംസ് ആണ് കേട്ടത്. ഇതിന്റെ ഒക്കെ കൂടിയാണ് ഒരു 15 ലക്ഷം രൂപയുടെ അടുത്ത് നേരത്തെ വന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടാണ് BMW 340i ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നത് ഒരു F30 320D ആണ്. അത് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു പവർ വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ 340i. അതിന്റെ പവർ തീരെ പോരാന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു മെഷീനിലേക്ക് വന്നത്. അതെ, അത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ പിന്നെ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടാ. ഇതെടുത്ത് ഇതിന്റെ സ്റ്റോക്ക് പവർ പോരാന്ന് തോന്നിയപ്പോഴാണ് ഇതിപ്പോ ഒരു സ്റ്റേജ് 2ലേക്ക് ആക്കിയേക്കുന്നത്. ഇത് ഞാൻ എത്ര സ്റ്റേജ് വരെ ചെയ്തു പോവാത്? ഇത് ആക്ച്വലി ഇന്ത്യയിൽ നമുക്ക് സ്റ്റേജ് 3 ഒക്കെ ചെയ്തിട്ടുള്ള കാറുകളുണ്ട്. പക്ഷെ ഒരു ഡെയിലി യൂസിനും റിലയബിലിറ്റിക്കും സ്റ്റേജ് 2 ആണ് എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ സ്റ്റേജ് 2 ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ഡെയിലി യൂസ് കാർ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ആക്ച്വലി 3 സീരീസിന്റെയും M3യുടെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് 340i. അപ്പോ പ്രാക്ടിക്കാലിറ്റിയും കംഫർട്ടും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ യെസ്, നമുക്കിതൊരു ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. M3 എന്ത് പ്രൈസ് വരുന്നുണ്ട് ഓൺ റോഡ്? M3 ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. M2 ആണ് ഉള്ളത്, പിന്നെ M4 ആണ് ഉള്ളത്. M2ന് നമുക്ക് 1.30 crore ആണ് വരുന്നത്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഒരു പവർ കിട്ടുന്ന സെഗ്മെന്റിൽ ഈ വെഹിക്കിൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ഡിനാന്റെ കാർബൺ ഫൈബർ എയർ ഇൻടേക്ക് ഫോർ ബെറ്റർ എയർ ഫ്ലോ. ഒരുപാട് എയർ ആവശ്യമുള്ള ഒരു എഞ്ചിനാണിത്. അപ്പോൾ ഈ കാണുന്ന എയർ വെൻസ് ഒക്കെ ഫങ്ഷണൽ ആണ്. ഇതൊക്കെ എഞ്ചിൻ ഓൺ ആവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും.